സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? അവിടെ സുഖമായിരിക്കുന്നു. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. നല്ല നല്ല ടിപ്സുകളാണ്, ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക കേട്ടോ. എന്നിട്ട് ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ കുട്ടികളുടെ നഖം വെട്ടുമ്പോൾ വളരെ ടെൻഷനായിട്ടുള്ളൊരു കാര്യമാണ് കയറിപ്പോകുക. അവർ നമുക്ക് ശരിക്കും പിടിച്ചൊന്നും തരില്ലല്ലോ. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കളയുമ്പം ചിലപ്പോൾ കയറിപ്പോകും, മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ഒരുവിധം ചെറിയ കുട്ടികൾക്ക് നമുക്ക് ചെറിയ കട്ടറൊക്കെ കിട്ടും. ഒരു 5 വയസ്സ്, ഒരു 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുത്താൽ, അതുപോലെ ഒരു കട്ടറൊന്നും വാങ്ങാതെ തന്നെ ഇതുപോലെ ചെയ്തു കൊടുത്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നഖം കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒരു ഈർക്കിലിയോ എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് ഇതുപോലെ റബ്ബർ ചുറ്റി കൊടുക്കുക. നല്ലതുപോലെ തന്നെ റബ്ബർ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നഖം വെട്ടുമ്പോൾ കയറി പോകുന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട, മുറിയൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഇത്തിരി നീട്ടം കൂടുതലാണ്, നിങ്ങൾക്ക് ഇത്രയും നീട്ടം വേണ്ടെങ്കിൽ ഒടിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കയറിപ്പോയി മുറിവ് വരാനുള്ള ചാൻസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അവർ പിടിച്ച് വലിച്ച് ഇതാക്കിയാലൊന്നും അത് കയറി പോകില്ല. ഇപ്പം എൻ്റെ മോൻ്റെ വിരലിൽ ഞാൻ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. ആൾ ഭയങ്കര വാശിയാണ്. നമ്മൾ നഖം വെട്ടാനൊക്കെ ഇരിക്കുമ്പം കൈ ഷെയ്ക്കുകയും വലിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, അത് കയറിപ്പോകുമോ മുറിഞ്ഞു പോകുമോ എന്നൊക്കെ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ അത് കട്ടായിട്ടുണ്ട്. അതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നഖം കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കണ്ടില്ലേ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ കുഞ്ഞിൻ്റെ കയ്യിൽ നഖം വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മളെ ഡിസംബർ മാസം വരുന്നതാണ്. തൊണ്ടവേദന, ചുമ, കഫക്കെട്ട് ഇതൊക്കെ ഒരു വരാനുള്ള ചാൻസ് വളരെയധികം മഞ്ഞ് വന്നു കഴിയുമ്പോൾ, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും. അതിന് ഞാനൊരു 5 ഉള്ളി എടുത്തിട്ട് ഇതുപോലെ ചതച്ച് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. അതൊന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാനാണ് ഞാൻ അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. 5 ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അത് നല്ലപോലെ ഒരല്ല എന്തെങ്കിലും വെച്ച് ചതച്ചിട്ട് അതിൻ്റെ നീര് മാത്രം എടുക്കുക. എന്നിട്ട് അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരാൾക്കാണ് ഞാൻ ഉള്ള അളവാണ് ഈ പറയുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 നേരമായിട്ട് കഴിക്കാൻ പറ്റും. ഒരു 1/2 ടീസ്പൂൺ നമ്മളുടെ തേനും, ഒരു 1/4 ടീസ്പൂൺ നമ്മളുടെ കുരുമുളക് ചതച്ചതോ പൊടിച്ചതോ ഇട്ട് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾ രാവിലെയും ഉച്ചക്കും രാത്രിയായിട്ട് നിങ്ങളിത് കഴിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പം ഈ ഒരു 5 ഉള്ളിയുടെ നീര് നമ്മൾ ഒരാൾക്കായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിൽ നിങ്ങളിത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുമയും കഫവും എല്ലാം പോകും. കഫക്കെട്ട് നല്ല രീതിയിൽ തന്നെ കുറയും. കുട്ടികൾക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ. വളരെ കുറവ് ക്വാണ്ടിറ്റി മാത്രം നിങ്ങൾ കൊടുക്കുക. ഈ തണുപ്പ് കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് തൊണ്ടവേദന, ചുമ, കഫക്കെട്ട്, ജലദോഷം. ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമാണ് കേട്ടോ. നമ്മൾ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഹോം റെമഡി. അടുത്തായിട്ട് നമ്മൾ രാത്രി കിടക്കുമ്പോൾ സിങ്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ നല്ലതുപോലെ തുടച്ചെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ് കളയാൻ വെച്ചതോ അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഏതൊരു പൗഡറാണോ അതും കൂടി ഇട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ പല പ്രാണികൾ ഒന്നിൻ്റെ ശല്യം ഉണ്ടാവില്ല. നമുക്ക് നമ്മളുടെ വീട്ടിലേക്ക് ഈ ഒരു സാധനങ്ങളെല്ലാം വരുന്നത്, പാറ്റയും പ്രാണികളും ഒക്കെ വരുന്നത് ആ ഒരു ഓവിലൂടെയാണ്. അത് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തിട്ട് നമുക്ക് വെളുത്തുള്ളി ഇരിക്കാൻ ഭയങ്കര മടിയാണല്ലേ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യം ഇതുപോലെ അടത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ 2 ഭാഗവും അറ്റവും തുമ്പും ഇതുപോലെ വെട്ടിയതിന് ശേഷം നടുവിന് ഇങ്ങനെ അതിൻ്റെ സെൻട്രലായിട്ട് വെട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. 2 ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് നടുവിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എത്ര കിലോ വെളുത്തുള്ളി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൈ കൊണ്ട് ഇതുപോലെ നിരടുക.
അതിൻ്റെ വാല് ഭാഗവും ആ ഒരു ഭാഗങ്ങളൊന്നും പാടില്ല കേട്ടോ. നല്ലതുപോലെ അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വെളുത്തുള്ളി ഉലിക്കുവാൻ പറ്റുകയുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ നിരടിയാൽ അത് വളരെ എളുപ്പത്തിൽ തന്നെ തൊലി അടന്ന് പോകുന്നതായിട്ട് കാണാൻ പറ്റും. വാലുള്ള ഭാഗങ്ങളാണെങ്കിൽ അത് പോകാനായിട്ട് ഇത്തിരി പാടാണ്. നിങ്ങൾക്ക് പേറ്റാൻ അറിയാമെങ്കിൽ, ഇങ്ങനെ അരിച്ചരിച്ചെടുക്കാൻ അറിയുമെങ്കിൽ അങ്ങനെ എടുക്കാം. എനിക്ക് അങ്ങനെ അറിയാത്തത് കൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് അത് കഴുകി തൊലി മേളിൽ വന്ന് അത് കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. പണ്ട് കാലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ പേറ്റി എടുക്കാൻ അറിയാമല്ലോ. എനിക്കത് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തു. ഞാൻ ഇത്രയും വെളുത്തുള്ളി ഈ ഒരു സമയം കൊണ്ട് ഒലിച്ചെടുത്തത് കേട്ടോ. എത്ര കിലോ വെളുത്തുള്ളി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു പാർട്ടിയൊക്കെ നടക്കണമെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് വെളുത്തുള്ളി ക്ലീൻ ചെയ്യലെന്ന് പറഞ്ഞാൽ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകാം. നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ബാത്റൂം കഴുകുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് ക്ലോസറ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അതിനുള്ള നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. ആദ്യമായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഡെറ്റോളിൻ്റെ സോപ്പ് ഒരു കുറച്ച് ചീകി ഇടുന്നുണ്ട്. നിങ്ങൾ ഡെറ്റോളിൻ്റെ സോപ്പ് എടുക്കണമെന്നില്ല. എനിക്ക് അതിൻ്റെ ഒരു സ്മെല്ല് വളരെ ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതെടുത്തേക്കുന്നത്. നിങ്ങൾ കളയാൻ വെച്ചേക്കുന്ന ഏതെങ്കിലും സോപ്പ് തേഞ്ഞു പോയിട്ട് നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന ഈ ഒരു സോപ്പില്ലേ, അത് നമ്മൾ കുറച്ച്, ഞാൻ ഡെറ്റോളിൻ്റെ സോപ്പ് കുറച്ച് ചീകിയതുകൊണ്ട് ഇത് വളരെ കുറവ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ചീകി ഇടുന്നതിൻ്റെ കാര്യം നമ്മൾ കട്ട് ചെയ്തിട്ടാലും അത്രയും മെൽറ്റായി പോവില്ല. ഇത് വളരെ നൈസായിട്ട് ചീകി കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. കട്ട് ചെയ്തിട്ടാൽ അത്രയും അങ്ങോട്ട് മിക്സ് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചീകുന്നത്. അതിന് നമുക്ക് ഇതിലേക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ റെഡ് കളറ് മറ്റേ ഗ്രീൻ കളറൊന്നും ഇടാതെ ഇതുപോലെ ലൈറ്റ് കളേഴ്സ് ഉള്ള വൈറ്റോ ലൈറ്റ് ബ്ലൂവോ ഉള്ള കളേഴ്സ് ഉള്ള പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇത് ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഒരു പേസ്റ്റ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളുടെ ക്ലോസറ്റിൽ നിന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. ക്ലോസറ്റിൽ എന്താ പറയുക, അണുക്കൾ ചത്തുപോകും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ നല്ല ക്ലീൻ ആയിരിക്കും, നല്ല ഫ്രഷ് മണമായിരിക്കും, എന്നാൽ ഹാംഫുള്ളും അല്ലാത്ത ഒരു സൊല്യൂഷനാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രഷ് വെച്ച് ഉരയ്ക്കേണ്ട കാര്യമോ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുകയോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ജോലിക്കാരോട് പറഞ്ഞാൽ അവർക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് മടിയായിട്ടുള്ളൊരു കാര്യമാണ് ക്ലോസറ്റ് കഴുകുക എന്നുള്ളത്. അപ്പോൾ ഇതൊരെണ്ണം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 15 ദിവസമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 15 ദിവസത്തേക്ക് പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കണ്ട. ഒരു ബോട്ടിൽ ചെറിയൊരു ബോട്ടിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഓട്ട ഇട്ട് കൊടുക്കണം കേട്ടോ. വലിയ ഓട്ട ആകരുത്, വളരെ ചെറിയ ഓട്ടയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. വലിയ ഓട്ട ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തീർന്നു പോകും. വളരെ ചെറിയ ഓട്ടയാണെങ്കിൽ അത് കുറച്ച് മാത്രമേ ഓരോ ഫ്ലഷിനും പോകുകയുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ മിശ്രിതം നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പാത്രത്തിന് ഒരു പാത്രം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡാണ് കേട്ടോ എടുക്കേണ്ടത്. ആ റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം ഇതങ്ങോട്ട് കമത്തി ഈ ഒരു ഫ്ലഷിൻ്റെ ആ ഒരു സൈഡിൽ റബ്ബർ ബാൻഡുമായിട്ട് വെച്ച് കൊടുത്താൽ അതവിടെ നല്ല സ്ട്രോങ്ങിന് തന്നെ ഇരിക്കും. ഓരോ ഫ്ലഷിനും നല്ല സ്മെല്ലും ഉണ്ടാകും. നമ്മൾ തേച്ച് ഉരച്ച് കഴുകേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.